നമ്മളെ അയൽവാസിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവരിനിയും വന്നില്ല. ഇപ്പം 12 മണിയാകാനായി. എൻ്റെ ഫുഡ് ആകുമ്പം തന്നെ 10 മണി കഴിഞ്ഞിനി. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ കുളിച്ചിട്ടല്ലേ വരുന്നുള്ളൂ പോലും. നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഒരു സൈഡായി നമ്മൾ കാത്തിരുന്ന് കണ്ണു തയ്ച്ച്. ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ അടുക്കളയിലത്തെ വെയിലാണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് ചായ വെച്ച് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലവിടെ വെച്ച് എന്നിട്ട് ഞാനിത് ഈ വെയിലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതിനുശേഷം ഞാൻ ഡോറ് ഫുള്ളായിട്ടങ്ങ് അടച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലൈറ്റിൻ്റെ ആവശ്യമില്ല, നല്ല വെയിലാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ തന്നെ വെയിൽ വരും, എന്നിട്ടൊരു 11 മണി 12 മണിയാകുമ്പോഴത്തേക്ക് അടുക്കളയിലത്തെ ആ ഒരു വെയിലങ്ങ് പോവും. പക്ഷേ ആ സമയം കുറച്ച് ബുദ്ധിമുട്ടാണ് അടുക്കളയിൽ നിൽക്കാതെ. അപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റിനെന്ന് വെച്ചാൽ മസാല ദോശയും പിന്നെ നമ്മളെ പനിയാരോ. അപ്പോൾ അതിനുള്ള കറി സാമ്പാറും പിന്നെ ചട്നിയും, തേങ്ങാ ചട്നിയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചവർ മലയാളിയല്ല. അപ്പോൾ അവർക്ക് നോൺ വെജ് ഒന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാമെന്ന് വിചാരിച്ച്. അവർക്ക് ഈ ദോശ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഡ്ഡലിയൊക്കെ കൊണ്ടു കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ നമ്മളെ മലയാളീസിൻ്റെ ദോശ ഇഡ്ഡലിയൊക്കെ ഹിന്ദിക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടിയപ്പം ഈ വക സാധനങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറിയാത്ത സാധനങ്ങളാണല്ലോ, അതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൂട്ടി ഇതാ സാമ്പാറും പിന്നെ ഇതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി പലതിനും പല തരത്തിലാണല്ലോ വേണ്ടത്. മസാല ദോശക്ക് വേറെ, പനിയാരത്തിന് വേണ്ട, അങ്ങനെ. അപ്പോൾ ഇതാ ഈ ഇപ്പം കിട്ടുന്ന ഉരുളക്കിഴങ്ങ് ഒരു രസവും ഇല്ലാത്ത ഉരുളക്കിഴങ്ങാണ്. ഭയങ്കര സ്റ്റിക്കിയാണ്. അതിൻ്റെ തൊലിയും കളയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഉരുളക്കിഴങ്ങ്. അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ഇതാ മാവ്, ഇത് പനിയാരത്തിലുള്ള മാവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പനിയാരത്തിൻ്റെ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്, കടുകും ഉഴുന്നൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ടാന്ന് വഴറ്റിയിട്ട് ആ മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിന് ശേഷം ഉപ്പ് നോക്കും. പിന്നെ ഉപ്പിട്ടിട്ട് അതൊന്ന് സെറ്റാക്കി അവിടെ മാറ്റി വെച്ച് പിന്നെ ഞാൻ സെയിം പാനിൽ തന്നെ നമ്മളെ മസാല ദോശേൻ്റെ മസാലയും കൂടി ആക്കിയെടുക്കാമെന്ന്. അപ്പം ഞാൻ മസാല ദോശ ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല, അതുകൊണ്ട് തന്നെ വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങ് ഉണ്ടാക്കി തന്നെയാണ്, ഒരു കോൺഫിഡൻസോട് കൂടി ഇങ്ങ് ഉണ്ടാക്കി. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വെറും ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ടുള്ള മസാലയാണ്. അപ്പോൾ എനിക്ക് ഉരുളക്കിഴങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മസാല എനിക്ക് ഇത് കാണുമ്പോൾ ഒരു ചക്കപ്പുഴുക്കെല്ലാം തോന്നുന്നുണ്ടായിരുന്നു. ഈ ഒരു മസാല ഭയങ്കര സ്റ്റിക്കി ആയതുകൊണ്ട് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ആക്കി വെച്ച് പിന്നെ ഇതാ സാമ്പാറും അങ്ങനെ ആയി. അതിനും ഒന്ന് വറുത്തിടുകയാണ്. സാമ്പാർ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സാമ്പാർ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ കഴിക്കൂലേ, ഇഡ്ഡലിക്ക് നല്ല ഇങ്ങനെ വെള്ളം പോലെയുള്ള. പക്ഷേ എൻ്റെ എപ്പോഴും തിക്കായിപ്പോവും. ചിലപ്പം പരിപ്പ് കൂടുന്നതുകൊണ്ടായിരിക്കാം. സാമ്പാർ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ലൂസായിട്ടുള്ളതായിരുന്നു. പക്ഷെ വന്ന് നോക്കിയിട്ട് നോക്കുമ്പോൾ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ സാമ്പാറാക്കി അവിടെ വെച്ച് പിന്നെ ഇതാ ഞാൻ പനിയാരം ചൂടുകയാണ്. പനിയാരോ അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരിക എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം അവർ കുറച്ച് ലേറ്റായിട്ട് കഴിക്കുന്നവരാണ്. അപ്പോൾ ദീദിനോട് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. 10 മണി 11 മണി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇത് ഒരു 10:15 തന്നെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പനിയാരം ആയതിന് ശേഷം ഞാൻ പിന്നെ ചട്നിയും കൂടി അവിടെ ആക്കി വെച്ച് പിന്നെ മസാല ദോശ അവർ വന്നിട്ട് ആ സമയത്ത് ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതങ്ങനെ ചട്നിയൊക്കെ റെഡിയായി. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. നമ്മളും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ പിന്നെ വന്ന് 12:30 കഴിഞ്ഞപ്പോഴാണ്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലഞ്ചിൻ്റെ ആവശ്യം വന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് വെച്ചങ്ങനെ അങ്ങ് കഴിച്ച്. അപ്പോൾ അവരതൊക്കെ കഴിച്ച് പോയി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം ഇവിടെ ഭയങ്കരമായിട്ട് ചെസ്സ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നല്ല രീതിയിൽ നടന്നു പോയതാണ്, പിന്നെ ഫുൾ അലമ്പായി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അയ്യോ അത് വളരെ മോശം. മൊത്തം ഞാൻ എടുക്കുക, മൊത്തം ഞാൻ എടുത്തു.